വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് ദീപിക ദിനപത്രത്തിൽ ലേഖനം. സമൂഹത്തിന് ദോഷകരമായ അവകാശവാദങ്ങൾ എതിർക്കണം. വഖഫ് ബോർഡിനെ ഭരണഘടനയുടെ വരുതിക്ക് വരുത്തണം. ഫാദർ ജോഷി മയ്യാറ്റിൽ എഴുതിയ വഖഫ് നിയമ ഭേദഗതിയുടെ പ്രസക്തി എന്ന ലേഖനത്തിലാണ് പരാമർശം. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാൻ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലൂടെ കഴിയുമെന്നും അദ്ദേഹം ലേഖനം പറയുന്നു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, കൂടുതൽ വിശദാംശങ്ങൾ. വഖഫ് നിയമ ഭേദഗതിയുടെ പ്രസക്തി എന്ന പേരിലാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ ദീപികയുടെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതിയെ പ്രശംസിച്ചുകൊണ്ടും അതിനെ പിന്തുണ അർപ്പിച്ചുകൊണ്ടുമുള്ള നിരീക്ഷണങ്ങളുള്ളത്. നിയമപരിരക്ഷയുള്ള കൊള്ള സംഘം, വഖഫ് ചരിത്രം, അതുപോലെ തന്നെ ആരും ചോദിക്കാത്ത ചോദ്യങ്ങൾ, അതിക്രമത്തിന്റെ ഏതാനും ഉദാഹരണങ്ങൾ, ലോകസഭയിലെ ബിൽ എന്നീ ഉപശീർഷകങ്ങളോട് കൂടിയാണ് വിശദമായിട്ടുള്ള പഠനം തന്നെയാണ് ഈ ലേഖനത്തിലുള്ളത്. തീർച്ചയായിട്ടും കത്തോലിക്ക സഭയുടെ അടക്കമുള്ള ഒരു നിലപാട് ഇത് തന്നെയാണ് എന്ന് വിവക്ഷിക്കാവുന്ന തരത്തിലാണ് ലേഖനം പൂർത്തിയാക്കുന്നത്. ലേഖനത്തിൽ പ്രധാനമായും പറയുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് അതീതമായിട്ടുള്ള അമിതാധികാരത്തിലേക്ക് വഖഫ് ബോർഡ് നീങ്ങുന്നു. പൗരസമൂഹത്തിന് ദ്രോഹകരമാവുകയും മറ്റു മതസ്ഥർക്ക് ഭീഷണിയാവുകയും ക്രമസമാധാനത്തിന് ഭംഗം വരുത്തുകയും ചെയ്യുന്ന അവകാശവാദങ്ങളാണ് എതിർക്കപ്പെടേണ്ടതാണ്. ഇതെല്ലാം അതിരില്ലാത്ത അധികാര പ്രയോഗം വഖഫ് ബോർഡിന്റെ അതിരില്ലാത്ത അധികാര പ്രയോഗമാണ് വഖഫ് ബോർഡ് നടത്തുന്നത്. ഇത് ഭരണഘടനയുടെ വരുതിക്ക് വരുത്തണം എന്നടക്കമുള്ള പ്രധാനപ്പെട്ട നിലപാടുകൾ ഈ ലേഖനത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വഖഫ് ബോർഡിന്റെ ഈ ക്രമസമാധാന നിലയ്ക്ക് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള ശൈലികൾക്ക് അത് കടിഞ്ഞാണിടണം. അതിന് സ്വതന്ത്ര ജുഡീഷ്യറിയുടെ ഒരു സാന്നിധ്യം വഖഫ് ട്രൈബ്യൂണലിൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ബില്ലിന്റെ 40-ാം വകുപ്പിലടക്കം വഖഫ് നിയമത്തിലെ 40-ാം വകുപ്പിലടക്കമുള്ള ഭേദഗതികൾ അനിവാര്യമാണ് എന്നാണ് ഇവർ പറയുന്നത്, ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ബില്ലിനെ കുറിച്ച് ശരി മിഥുൻ, തുടരുക. ഞാൻ ഒന്നിടപെടുകയാണ്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ ആർ വി ബാബു ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ചാണ് ദീപിക ദിനപത്രത്തിലെ ലേഖനം വന്നിരിക്കുന്നത്. സമൂഹത്തിന് ദോഷകരമായ അവകാശവാദങ്ങൾ എതിർക്കണം എന്ന് തന്നെയാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. അതുമാത്രമല്ല, വഖഫ് നിയമ ഭേദഗതിയുടെ പ്രസക്തി എന്ന ലേഖനത്തിലാണ് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? തികച്ചും സ്വാഗതാർഹമായ ഒരു ലേഖനമാണ്. കാരണം പ്രശ്നത്തിന്റെ വസ്തുതകളെ വളരെ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു ലേഖനം. ഞാൻ ആ ലേഖനം വായിക്കുകയുണ്ടായി. രാവിലെ തന്നെ ആ ലേഖനം എനിക്ക് വായിക്കാൻ സാധിച്ചു. അപ്പോ ഈ വഖഫ്, ഇപ്പോഴത്തെ വഖഫിന്റെ നിയമം ഏതൊക്കെ തരത്തിലാണ് പൊതുസമൂഹത്തെ ബാധിക്കുന്നത്, അത് തന്നെ മുസ്ലിം സമൂഹത്തെ എങ്ങനെ അത് ബാധിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ വളരെ സമഗ്രമായിട്ട് അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചിട്ടുണ്ട്. വഖഫ് നിയമത്തിലൂടെ ഏതെല്ലാം പൊതു സ്വത്തുക്കളാണ് വഖഫിൻ്റെതാക്കി മാറ്റിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ സമഗ്രമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അപ്പോ ഇതൊരു പൊതുവിഷയമാണ്. യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ മൊത്തം ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. വളരെ ഒരു ഡ്രക്കോണിയൻ ലോ ആയിട്ടാണ് ഇപ്പോൾ വഖഫ് നിയമം നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതിന് സമഗ്രമായ ഒരു പരിഷ്കരണം ആവശ്യമാണ്. അതിൽ യാതൊരു സംശയമില്ല. അതിനെ സംബന്ധിച്ച് ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കയാണ് യഥാർത്ഥത്തിൽ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്രൈസ്തവ സമൂഹം ഈ വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന അപരിഷ്കൃതമായിട്ടുള്ള തികച്ചും അന്യായമായിട്ടുള്ള ഈ നിയമത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത് തികച്ചും സ്വാഗതാർഹമാണ്. അത് വളരെ വലിയ തോതിൽ ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്. മിഥുനിലേക്ക് വീണ്ടും പോവുകയാണ്. മിഥുൻ, ഈ ലേഖനത്തിൽ വഖഫ് നിയമ ഭേദഗതിയുടെ പ്രസക്തി എന്ന് പറയുന്നതിൽ എടുത്തു പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതീതമായിട്ടുള്ള അമിത അധികാര പ്രയോഗങ്ങളാണ് വഖഫ് ബോർഡ് നടത്തുന്നത് എന്നാണ് ലേഖനത്തിലുടനീളം പറയുന്നത്. മാത്രമല്ല, ഇന്ത്യൻ റെയിൽവേക്കും ഇന്ത്യൻ ആർമിക്കും ശേഷം ഏറ്റവും കൂടുതൽ സ്ഥലം കൈവശം വെച്ചിരിക്കുന്നത് വഖഫ് ബോർഡാണ്. അതുപോലെ തന്നെ അതിന്റെ പഴയകാല സുൽത്താൻ ഭരണകാലത്തെ കാര്യങ്ങൾ പിൻപറ്റിക്കൊണ്ട് ഇപ്പോഴും ഇത് സംബന്ധിച്ചിട്ടുള്ള ഭരണഘടനയ്ക്ക് അതീതമായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് മറ്റു മതസ്ഥർക്ക് ഭീഷണിയാകുന്നു, അവരിൽ അസ്വസ്ഥത ഉളവാക്കുന്നു. അതുപോലെ തന്നെ വഖഫ് ബോർഡിന്റെ ശൈലികളെല്ലാം തന്നെ ഇത്തരത്തിൽ എതിർക്കപ്പെടുന്നു
പാലിക്കപ്പെടേണ്ട രീതികളാണ്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് ഭേദഗതി നിയമം അനിവാര്യമാണ് എന്നുള്ളത് തന്നെയാണ് ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ അതിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകളിലുള്ള വകുപ്പുകൾ ഏതെല്ലാം വകുപ്പുകളിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നതിനുള്ള കൃത്യമായിട്ടുള്ള പഠനവും ഈ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. നേരത്തെ തീർച്ചയായും ആർവി ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ക്രൈസ്തവ സമൂഹത്തിന് ഈ വിഷയത്തിലുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുക തന്നെയാണ് ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.